ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഊട്ടിയിൽ സന്ദർശകർക്ക് ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് മൊട്ടക്കുന്ന്, ഒത്തിരി ഷൂട്ടിംഗ് നടന്നിട്ടുള്ളൊരു പ്ലേസ് ആണ്. പിന്നെ റോസ് ഗാർഡൻ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ, ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഊട്ടിയിൽ പോയെന്ന് പറഞ്ഞാൽ പലരും ചോദിക്കും, നിങ്ങൾ റോസ് ഗാർഡൻ കണ്ടായിരുന്നോ? കാരണം ഊട്ടിയിലെ റോസ് ഗാർഡൻ അത്രയ്ക്കും ഫേമസ് ആണ്. ഊട്ടിയിലെ റോസ് ഗാർഡനിലേക്കുള്ള എൻട്രിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗാർഡൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. 1995 തുടങ്ങിയ ഈ സംരംഭം ഇപ്പോഴും നന്നായി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് 10 ഏക്കർ സ്ഥലത്തിലാണ്. റോസ് ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 50 മുതൽ 100 രൂപ വരെയാണ്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ്. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ബ്ലൂമിംഗ് സീസൺ. ഒത്തിരി റോസസ് അന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഫ്ലവർ ഷോ നടത്തുന്നത്. ആ ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ് കേട്ടോ ഈ ഗാർഡൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ ഒത്തിരി മനോഹരമായിരിക്കും. ഒത്തിരി ഫോട്ടോസ് എടുക്കാനും അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് റോസസ് നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്ലൂമിംഗ് സീസൺ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. എന്നാലും കുറച്ച് റോസാപ്പൂക്കൾ ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ട്. ലേഡി ഓഫ് ദി സ്കൈ, മിസ് ഹിൽക്രസ്റ്റ്, അംബിക, പോപ്ലെറ്റ്, ഹെലേന, ഇതൊക്കെ ആരാണെന്ന് അറിയാമോ? ഇതൊക്കെ ഈ റോസാപ്പൂക്കളുടെ പേരുകളാണ്. ഇവിടെ ഓരോ റോസാപ്പൂവിൻ്റെ ചെടിയുടെ സൈഡിലും അവരുടെ പേര് എഴുതിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ 20,000 സ്പീഷീസ് ഓഫ് റോസസ് ആണ് ഉള്ളത്. അങ്ങനെ ഇന്നാണ് ഞാൻ അറിയുന്നത് ഈ റോസാപ്പൂക്കൾക്കെല്ലാം ഇത്രയും സെറ്റപ്പ് പേരുകളുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചുമന്ന റോസാപ്പൂ, വെള്ള റോസാപ്പൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഹാപ്പിയാണ്. സന്തോഷത്തോടെ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. ഗാർഡനിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനോഹരമായ ബുഷസ്, അതോടൊപ്പം ഊട്ടിയിലെ ബ്യൂട്ടിഫുൾ ഹൗസസ്, ഇവിടെ പല കളർഫുൾ വീടുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ മോളൂൻ്റെ ഈ പ്രായമുണ്ടല്ലോ, ശരിക്കും ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം ഇൻ ദ ലൈഫ്. ഒരു ടെൻഷനും വേണ്ട, ആരെക്കുറിച്ച് ആലോചിച്ചൊരു ടെൻഷനില്ല. ജോലിക്ക് പോകണ്ട, സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട, ഒരു ജോലിയെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അയ്യോ നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു ടെൻഷനും ഇല്ലാത്തൊരു ലൈഫ്. നിങ്ങളും ഈ ടൈമിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മെഷീൻ കണ്ടപ്പോൾ അവളും ആകാംക്ഷയോടെ കൂടെ നോക്കുകയാണ് ഈ അങ്കിൾ എന്താണ് ചെയ്യുന്നത്. അങ്ങനെ റോസ് ഗാർഡനിൽ നിന്ന് പോകുന്നതിന് മുമ്പായി തന്നെ ഞങ്ങൾ പല ഫോട്ടോസും എടുത്തു. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡനോട് വിട പറയുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനായ മൊട്ടക്കുന്നിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ മൊട്ടക്കുന്നിലെ വിശേഷങ്ങൾ കാണാം. മൊട്ടക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് സംഭവം. പക്ഷേ ഇവിടെ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. കയറുമ്പോൾ നല്ലൊരു കയറ്റമാണ് കേട്ടോ. കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ സീനറിയാണ്. അത് അവിടെ ചെന്ന് നിന്നാൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ മനോഹാരിത. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അടിപൊളി കാറ്റാണ് കേട്ടോ. ഒരാളെ പറത്തി കൊണ്ടുപോകുന്ന അത്രയ്ക്ക് ശക്തിയുണ്ട് കാറ്റിന്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മൊട്ടക്കുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ വൈകുന്നേരമാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരണം. എന്നാലേ ഈ മനോഹരമായ സീനറി എല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്.
ഈ കുന്ന് കയറുമ്പോൾ വിചാരിച്ചില്ല ഇത്രയ്ക്കധികം തണുപ്പ് ഇവിടെ കാണുമെന്ന്. കാരണം ഈ കുന്ന് ഇത്ര ഹൈറ്റിലായതുകൊണ്ടും അതുപോലെ തന്നെ ശക്തിയായ കാറ്റ് വീശുന്നത് കൊണ്ടും ഭയങ്കര തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കുന്നിറങ്ങി താഴെ എത്തിയപ്പോൾ ഇവിടെ കൊച്ചു കടകൾ കണ്ടു. അപ്പോൾ അവിടെ തണുപ്പകറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പുഴുങ്ങിയ കോൺ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ ബൈ.